ഇന്ന് സംസാരിക്കുന്നത് ഗർഭകാലത്തിന്റെ 16ാമത്തെ ആഴ്ചയിൽ അമ്മയിലുണ്ടാകുന്ന മാറ്റങ്ങൾ, കുഞ്ഞിന്റെ വളർച്ച, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ്. ഗർഭകാലത്തിന്റെ 16ാമത്തെ ആഴ്ചയിൽ ഗർഭിണിയിലുണ്ടാകുന്ന ഓർക്കാനവും ഛർദിൽ ക്ഷീണവും ഒക്കെ കുറവായിരിക്കും. ഈ ടൈമിൽ മുമ്പത്തേതിനേക്കാൾ നല്ലപോലെ ഉറങ്ങാൻ കഴിയുന്നതാണ് ഈ ഒരു വീക്കിൽ. എന്നാൽ നെഞ്ചെരിച്ചിൽ, ഗ്യാസിന്റെ പ്രോബ്ലം, നടുവേദനയൊക്കെ കോമൺ ആയിട്ട് കാണുന്നതാണ്. അതുപോലെ വജൈനൽ ഡിസ്ചാർജും കൂടുതലായിരിക്കും. വയറിന്റെ സൈസും വെയിറ്റും കൂടുന്നതുകൊണ്ട് തന്നെ മുൻപത്തെ ഡ്രസ്സൊക്കെ കുറച്ചുകൂടി ടൈറ്റ് ആയിട്ടായിരിക്കും ഈ ഒരു ടൈമിൽ ഉണ്ടാവുക. സ്കിന്ന് സ്ട്രെച്ച് ആവുന്നത് കൊണ്ട് തന്നെ വയറിലും ബ്രസ്റ്റിലും ചൊറിച്ചിൽ അനുഭവപ്പെടാം. ഹോർമോൺസിൽ ഉണ്ടാകുന്ന വ്യതിയാനവും ബ്ലഡ് സർക്കുലേഷനും കൂടുതലായതുകൊണ്ട് തന്നെ സ്കിന്ന് നല്ല ഗ്ലോ ആയിട്ടായിരിക്കും ഇരിക്കുക. ബ്രസ്റ്റിന്റെ സൈസ് കൂടുകയും ഏരിയോളയുടെ ഭാഗം കുറച്ചുകൂടി ഡാർക്ക് ആവുകയും ബ്രസ്റ്റ് സെൻസിറ്റീവ് ആയിരിക്കുകയും ചെയ്യും. ചില ആളുകൾക്ക് ഈ ഒരു വീക്കിൽ കുഞ്ഞിന്റെ മൂവ്മെന്റ്സ് ഒക്കെ ചെറിയ രീതിയിൽ കിട്ടിത്തുടങ്ങുന്നതാണ്. ഇനി നമുക്ക് കുഞ്ഞിന്റെ വളർച്ച എങ്ങനെയാണെന്ന് നോക്കാം. കുഞ്ഞിന്റെ എല്ലാ ഓർഗൻസും ഫോം ചെയ്തത് കൊണ്ട് തന്നെ എല്ലാം നല്ലപോലെ ഡെവലപ്പ് ആവുന്ന ടൈമാണിത്. കുഞ്ഞിന്റെ മസിൽസും ബോൺസും എല്ലാം തന്നെ കുറച്ചുകൂടി സ്ട്രോങ് ആവുന്നതാണ്. കുഞ്ഞിന്റെ സ്കിന്ന് ഇപ്പോഴും നേർത്തതായിരിക്കും. കുഞ്ഞ് നല്ല ആക്റ്റീവ് ആയിരിക്കും. കുഞ്ഞിന്റെ ബ്ലഡ് സർക്കുലേഷനും യൂറിനറി സിസ്റ്റവും ഒക്കെ നന്നായിട്ട് പ്രവർത്തിക്കും. കുഞ്ഞ് ഓരോ 40 മിനിറ്റ് കൂടുമ്പോഴും മൂത്രമൊഴിക്കുന്നുണ്ടാവും. കുഞ്ഞ് നല്ല രീതിയിൽ ശ്വസിക്കാനും ഉച്ഛ്വസിക്കാനും പഠിക്കുന്നതാണ്. അമ്നിയോട്ടിക് ഫ്ലൂയിഡാണ് ശ്വസിക്കുകയും ഉച്ഛ്വസിക്കുകയും ഒക്കെ ചെയ്യുന്നത്. കുഞ്ഞിന്റെ ഹൃദയം ഓരോ മിനിറ്റിലും ഇടിക്കുന്നുണ്ടാവും. കുഞ്ഞിന് ഈ ഒരു ടൈമിൽ പുറത്തു നിന്നുള്ള സൗണ്ടൊക്കെ കേൾക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അമ്മ ഈ ഒരു ടൈമിൽ കുഞ്ഞിനോട് സംസാരിക്കാൻ തുടങ്ങേണ്ടതാണ്. കുഞ്ഞിന്റെ ഹെയർ ഫോളിക്സ് എല്ലാം ഫോം ആവുന്നുണ്ട്. ഈ ടൈമിൽ കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് തന്നെ കുഞ്ഞിന്റെ ഹെയർ ഫോളിക്സ് എല്ലാം ഉണ്ടാവുന്നുണ്ട്. കുഞ്ഞിന്റെ തലയും കഴുത്തും കുറച്ചുകൂടി സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കും ഈ വീക്കിൽ ഉണ്ടാവുക. മുൻപത്തെ വീക്കിലൊക്കെ കുഞ്ഞിന്റെ തലയും കഴുത്തും കുറച്ചുകൂടി വളഞ്ഞിട്ടായിരിക്കും ഉണ്ടായിരുന്നത്. കുഞ്ഞു വയറിനകത്ത് തിരിയുകയും മറിയുകയും ചെയ്യും. കാലും കൈയും ഒക്കെ ഇട്ട് ചവിട്ടാനും കുത്താനും ഒക്കെ തുടങ്ങുന്നു. അതുപോലെ കുഞ്ഞ് വിരൽ ഊമ്പുന്നുണ്ടായിരിക്കും. കുഞ്ഞിന്റെ കണ്ണും ചെവിയും ഇപ്പോൾ യഥാസ്ഥാനത്താണുള്ളത്. കുഞ്ഞിന്റെ സൈസ് അവോക്കാഡോ ഫ്രൂട്ടിന്റെ അത്ര മാത്രമേ ഉണ്ടാവുകയുള്ളൂ. കുഞ്ഞിന്റെ നീളം ഏകദേശം 11.6 സെന്റിമീറ്ററും കുഞ്ഞിന്റെ തൂക്കം 100 ഗ്രാമുമാണ് ഉണ്ടാവുക. ഇനി ഓരോ വീക്കിലും പെട്ടെന്നായിരിക്കും കുഞ്ഞിന്റെ വളർച്ച നടക്കുക. ഇനി ഈ വീക്സിൽ ഗർഭിണികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഡോക്ടേഴ്സ് നൽകിയിട്ടുള്ള അയൺ, കാൽഷ്യം ടാബ്ലറ്റ് ഒക്കെ കൃത്യമായിട്ട് കഴിക്കുക. അതുപോലെ വെള്ളം ധാരാളം കുടിക്കുക. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നല്ല ബാലൻസ്ഡ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യുക. ഫ്രൂട്ട്സും വെജിറ്റബിൾസ്, ഇലക്കറികൾ, ഡ്രൈ ഫ്രൂട്ട്സ്, മുട്ട, മത്സ്യം, പാൽ ഇവയൊക്കെ ഉൾപ്പെടുത്തുക. ഫൈബർ, പ്രോട്ടീൻ, കാൽഷ്യം, ഫോളിക് ആസിഡ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ധാരാളം കഴിക്കുക. പുറത്തു നിന്നുള്ള ഭക്ഷണങ്ങൾ അവോയ്ഡ് ചെയ്യുക. അതുപോലെ മലർന്ന് കിടക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഒരു സൈഡ് ചെരിഞ്ഞു വേണം കിടക്കാൻ. ഹെവി ആയിട്ടുള്ള ജോലികൾ ചെയ്യാതിരിക്കുക. എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉള്ളവരാണെങ്കിൽ റെസ്റ്റ് എടുക്കുക. അല്ലാത്തവർ ദിവസവും 30 മിനിറ്റ് എങ്കിലും നടക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ടെൻഷനും കാര്യങ്ങളും ഇല്ലാണ്ട് സമാധാനത്തോടു കൂടിയും സന്തോഷത്തോടും കൂടിയും ഇരിക്കുക. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.